ധന്യ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ധന്യയുടെ വിചാരം ധന്യയുടെ വായിൽ നിന്നും സ്വർണ്ണ നെല്ലിക്കകളാണ് വീണുകൊണ്ടിരിക്കുന്നത്. ബോളിവുഡ് സ്റ്റാർസിനെയും ഈ ഇൻഫ്ലുവൻസേഴ്സിനെയും കൂടെ താരതമ്യം ചെയ്ത് പറയാനുള്ള ഒരു കുബുദ്ധിയുണ്ടല്ലോ, ഭയങ്കര സൂപ്പറായിട്ട്. കല്യാണിക്ക് സഹായമായിട്ട് ഹെലൻ എത്തിയിരിക്കുകയാണ്. ഒരു ദൈവദൂതനെ പോലെ ഹെലൻ പറന്ന് വന്ന് പറയുന്നത് മുഴുവൻ മണ്ടത്തരങ്ങളാണ്. ഞാനൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട് കേട്ടോ, ഹെലൻ്റെ വീഡിയോ കാണാറുണ്ട്. എൻ്റെ മമ്മിയൊക്കെ പറയും എങ്ങനെയാ ഈ കുട്ടി ഇങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ഇന്നലത്തെ വീഡിയോ കണ്ടതോടുകൂടി ആ ഒരു അഭിപ്രായം അങ്ങ് മാറിക്കിട്ടി. കാരണം പറയുന്നത് മുഴുവൻ മണ്ടത്തരങ്ങൾ, ഉദാഹരണമൊക്കെ എടുത്ത് കാണിച്ചിരിക്കുന്നതും അതിൻ്റെ ഇടയിലൂടെ കല്യാണിയെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് കിട്ടും ഓരോ കൊട്ടും. അതായത് പ്രൊമോഷൻ കിട്ടാത്തതിൻ്റെ കുശുമ്പാണെന്ന്. ആ ധന്യ ഹെലൻ പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വീട്ടിൽ നിന്ന് വന്നതാണ്. പ്രൊമോഷൻ വല്ലതും കിട്ടുവാണെങ്കിൽ ഇച്ചിരി കഞ്ഞി കുടിക്കാമല്ലോ എന്ന് ഉദ്ദേശിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, അങ്ങനെ ചിന്തിച്ച് വെച്ചോ. പിന്നെ ഹെലൻ പറഞ്ഞ കുറച്ച് വിഡ്ഢിത്തരങ്ങൾ മാത്രം എടുത്ത് സംസാരിക്കാനാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഹെലനെ അറിയില്ല, ഹെലൻ എന്നെയും അറിയില്ല എന്ന് തോന്നുന്നു. പക്ഷേ കല്യാണിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, എൻ്റെയും ബാക്കി എല്ലാവരുടെയും. അപ്പോൾ എല്ലാവരുടെയും മോന്തക്കിട്ട് ഒരു അടി തരുന്നതാണ് ഹെലൻ പലതും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുഴുവൻ മണ്ടത്തരങ്ങളാണ്. തിരിച്ച് നമ്മളും എന്തെങ്കിലും പറയണ്ടേ. കല്യാണി പറഞ്ഞിരിക്കുന്നത് ബോളിവുഡ് സ്റ്റാർസൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഉദാഹരണം യാമി, നമ്മുടെ ആലിയ ഭട്ട്, പിന്നെ ദീപിക പദുക്കോൺ. എന്തിനാ അവർ അങ്ങോട്ടൊക്കെ പോകുന്നത്? നമ്മുടെ മഞ്ജു വാര്യർ ചെയ്യുന്നില്ലേ, മമ്മൂട്ടി ചെയ്യുന്നില്ലേ? അപ്പോൾ അവരൊക്കെ മേക്കപ്പ് ഇട്ടിട്ടാണല്ലോ ചെയ്യുന്നത്, അവർ മേക്കപ്പ് ഇടാതെ അല്ലല്ലോ ചെയ്യുന്നത് എന്നൊക്കെ ധന്യ ഇങ്ങനെ ഒരു സയൻറ്റിസ്റ്റിനെ പോലെ ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ധന്യ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ധന്യയുടെ വിചാരം ധന്യയുടെ വായിൽ നിന്നും സ്വർണ്ണ നെല്ലിക്കകളാണ് വീണുകൊണ്ടിരിക്കുന്നത്. അല്ല, ശുദ്ധ വിഡ്ഢിത്തരമാണ്. നിങ്ങൾ പറഞ്ഞ ആലിയ ഭട്ടാണെങ്കിലും യാമയാണെങ്കിലും ഇനി ഇവിടെ മഞ്ജു വാര്യർ ആണെങ്കിലും അവരൊക്കെ അഭിനേത്രികളാണെന്ന് കാണുന്ന എല്ലാവർക്കും അറിയാം. അവർ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടി ലളിതമായ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. പണ്ടൊക്കെ സിനിമകൾക്കിടയിലൊക്കെ ഒരുപാട് പരസ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സീരിയൽ TV ഷോയിൽ കാണുന്നതിനിടയ്ക്ക് ഒരുപാട് പരസ്യങ്ങളുണ്ട്. ഈ പരസ്യങ്ങളിൽ ഫെയർ ആൻഡ് ലവ്ലിയുടെ, അതായത് ധന്യ പറഞ്ഞത് തന്നെ ഫെയർ ആൻഡ് ലവ്ലിയുടെയൊക്കെ പരസ്യം വരുമ്പം ഞാനൊക്കെ പറയുന്നത് മമ്മി അത് വാങ്ങിച്ചു തരുമോ, നല്ല വെളുക്കുമെന്ന് തോന്നുന്നു. അതുപോലെ ഒലയുടെ, ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഐശ്വര്യ റോയ് ആയിരുന്നു ഒലയുടെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ പറയും മമ്മി ആ ക്രീം വാങ്ങിക്കുക, അതിനകത്ത് അവർ പറയുന്നുണ്ടല്ലോ നല്ല വെളുക്കുമെന്ന്. മമ്മി എനിക്ക് ക്രീം വാങ്ങിച്ചതാ മമ്മി. നമ്മൾ ചെറുതല്ലേ. അപ്പോൾ എൻ്റെ മമ്മി എന്താ പറയുന്നത്, ചുമ്മാ അടങ്ങിയിരുന്നേ, അത് ചുമ്മാ പരസ്യമാണ്. അവരൊക്കെ സിനിമാ നടികൾ ചുമ്മാ പരസ്യം, അവർ പരസ്യത്തിൽ ഇങ്ങനെ അഭിനയിക്കത്തതേ ഉള്ളൂ, അവർ യൂസ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്താലും നമ്മുടെ മുഖം പോകും. അന്നൊക്കെ ഞങ്ങൾ പ്രവാസികളായിരുന്നു, നമുക്ക് വേണമെങ്കിൽ ഏറ്റവും അതായത് കയ്യെത്തും ദൂരത്താണ് ഒലയുടെ പ്രോഡക്റ്റൊക്കെ എന്ന്. പക്ഷേ അത് വാങ്ങിച്ചു തരത്തില്ല. എന്താണെന്നറിയാമോ, അവർ അഭിനയിക്കുന്ന ആളുകളാണ്. പരസ്യത്തിൽ അവർക്ക് കുറേ പൈസ കൊടുക്കുമ്പോഴേ അവർ വന്ന് അഭിനയിക്കും, അല്ലാതെ അവർ യൂസ് ചെയ്യത്തില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. എന്തുകൊണ്ടാണ്? അവർ അഭിനേത്രികളാണ്. ഇപ്പം ദീപിക പദുക്കോണിനെ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ ഹെലൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുപോലെ ആലിയ ഭട്ടിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അവർ കുറച്ച് വീഡിയോസ്, അതായത് ഈ ഐസൊക്കെ ഇട്ടിട്ട് മുഖം മുക്കി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. ആ സമയത്ത് അവർ വീട്ടിൽ നിൽക്കുന്ന രീതിയിൽ കാണാറുണ്ട്. അതിനപ്പുറത്ത് ഈ യൂട്യൂബ് ചാനലൊക്കെ വരുന്നതിന് മുന്നേ ഏതെങ്കിലും വീട്ടിൽ നിൽക്കുന്ന കോലത്തിൽ ഏതെങ്കിലും സ്റ്റാർസിനെ കണ്ടിട്ടുണ്ടോ? കാരണം ഈ സ്റ്റാർസ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് TV-യിലൂടെയാണ്, അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ സിനിമയെ കാണാൻ പോകുമ്പോൾ ഇടയ്ക്ക് അല്ലേ. അപ്പോൾ അവർ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരെ നമ്മൾ സർവ്വസാധാരണമായി കാണുന്നത് സിനിമകളിലാണ്. അവർ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്, അഭിനേത്രികളാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന അതായത് അഡ്വർടൈസ്മെൻറ്റ്സ് കാണുമ്പോൾ മുതിർന്നവർക്ക് പോലും മനസ്സിലാകാൻ പറ്റും. ചെറിയ കുട്ടികളായ നമുക്കും അവർ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും, ശരിയാണല്ലോ അവർ അഭിനയിക്കുവാണല്ലോ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സ്, അല്ലെങ്കിൽ ഡെയിലി ഈ എന്താണ് പറയുന്ന ഹോംലി വ്ളോഗൊക്കെ ചെയ്യുന്ന ആളുകൾ, അവരുടെ സ്ഥിരം കോണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് കല്യാണിയെ തന്നെ എടുക്കാം. കല്യാണി ഇങ്ങനെ വീട്ടിൽ ചോറുണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു, വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ രാവിലെ ഉറക്കം എഴുന്നേറ്റ് മുഖം പോലും കഴുകാതെ വളരെ റോ ആയിട്ടാണ് അവരുടെ കോണ്ടന്റുകൾ അവർ കാണിക്കുന്നത്. പൂച്ചയെ കുളിപ്പിക്കുന്നു, അവർ മാർക്കറ്റിൽ പോകുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു. ഇത് വല്ലതും ദീപിക പദുക്കോൺ ധന്യയെ കാണിക്കാറുണ്ടോ? ദീപിക പദുക്കോൺ ഒരു ക്രീം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് ടീമാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ധന്യയ്ക്കില്ലെങ്കിൽ അത് ധന്യയുടെ മിസ്റ്റേക്ക് തന്നെയാണെന്നേ പറയത്തുള്ളൂ. ബോളിവുഡ് സ്റ്റാർസിനെയും ഈ ഇൻഫ്ലുവൻസേഴ്സിനെയും കൂടെ താരതമ്യം ചെയ്ത് പറയാനുള്ള ഒരു കുബുദ്ധിയുണ്ടല്ലോ, ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. അതിനെ പ്രശംസിക്കാതിരിക്കാൻ എൻ്റെ നാവ് വളയുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പ്രശംസിക്കുന്നില്ല. അപ്പോൾ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പല്ല് തേക്കുന്നതും ചന്തയിൽ പോകുന്നതും ഉറക്കം എഴുന്നേറ്റ് വരുന്നതൊക്കെ കണ്ട് നമ്മുടെ വീട്ടിലുള്ള ഒരാളായി, അതായത് കാണുന്ന കാഴ്ചക്കാർക്ക് അവർ സാധാരണ സ്ത്രീകളാണ്.
അല്ലെങ്കിൽ സാധാരണ ആളുകളാണ് അവർ ചെയ്യുന്ന കോണ്ടന്റും ദീപിക പദുക്കോണൊക്കെ ഇറക്കുന്ന അഡ്വർടൈസ്മെൻറ്റും ഈ ധന്യയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്ന് ഞാൻ ആലോചിക്കുക. എന്നാ നേരം വിളിക്കുന്നത്? അപ്പോൾ ഇവരെ കണ്ട് ഇവർ സാധാരണക്കാരാണ്. നമ്മുടെ അയൽവക്കത്തെ ഒരാളായിട്ടാണ് നമുക്ക് കല്യാണിയെ തോന്നുന്നത്. അതുപോലെ അയൽവക്കത്തെ ഒരു കുട്ടിയായിട്ടാണ് ധന്യയെ കാണുന്നത്. ധന്യയുടെ പല വീഡിയോസും കണ്ടിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ വീഡിയോകളിലൊക്കെ, അതായത് ധന്യ, ശരത്ത്, ഇവരുടെയൊക്കെ വീഡിയോ എനിക്കൊന്ന് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന പോലെ തന്നെ ഇവരുടെയൊക്കെ വീഡിയോ നമ്മുടെയൊക്കെ വീഡിയോയിൽ കാണാറുള്ളതാണ്. അപ്പോൾ ധന്യയെ കാണുവാണെങ്കിൽ അയ്യോ വലിയൊരു സൂപ്പർ സ്റ്റാർ വന്നിരിക്കുന്നു എന്ന് നമുക്ക് തോന്നില്ല. ഓടി വന്ന് ആ ധന്യ എന്ന് പറയുന്നത് സംസാരിക്കാൻ പാകത്തിന് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കുട്ടിയെ പോലെയാണ് നിങ്ങളെയൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും സാധാരണക്കാരായിട്ട് നമുക്ക് തോന്നുമ്പോൾ ഇവർ കാണിച്ചു തരുന്ന പ്രോഡക്ട്സ്, അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇവർ പറയണം ഇത് ഞങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് കൊള്ളാവോന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. ഈ പ്രോഡക്റ്റ് എടാ മക്കളെ, ഇപ്പോൾ കല്യാണി പറയുന്നതാണെങ്കിൽ എടാ മക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഈ ക്രീം അങ്ങോട്ട് യൂസ് ചെയ്യണം കേട്ടോ, നമ്മുടെ സ്കിന്നൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പൊള തിളങ്ങും. എൻ്റെ മുഖത്ത് ഇവിടെ ഒരു കറുത്ത മാർക്കുണ്ടായിരുന്നു, ഇതങ്ങോട്ട് തേച്ച് ഈ ഡോക്ക് അങ്ങോട്ട് തേച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇപ്പോൾ നല്ല സുന്ദരിയായിരിക്കുന്നുണ്ടോ, എനിക്ക് തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആടാ മക്കളെ എന്ന് പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർ ഇവരെ വിശ്വസിച്ച് ഉറപ്പായിട്ടും ഇവരുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് വാങ്ങിക്കും. ഇവർ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന കച്ചറ രീതിയിലാണോ ധന്യ പറഞ്ഞ ബോളിവുഡ് സ്റ്റാർസൊക്കെ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്തത്? ദീപിക പദുക്കോൺ ഇങ്ങോട്ട് വന്ന് എടാ മക്കളെ ഇത് തേക്കണം കേട്ടോ, ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പല്ല് തേക്കാറില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്രീം എടുത്ത് മോന്തയ്ക്ക് തേച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മുഖത്തൊരു ഡിമ്പിളും എൻ്റെ ചിരി ഇത്ര ഭംഗിയായതെന്ന് ദീപിക പദുക്കോൺ വന്ന് ധന്യയോടോ നമ്മളോടൊക്കെ പറയാറുണ്ടോ? ബോളിവുഡ് സ്റ്റാർസ് ആണെങ്കിലും ഇനി കോളിവുഡ് സ്റ്റാർസ് ആണെങ്കിലും അവർ പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള രീതി. മൈജിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് ടൊവിനോ തോമസും മഞ്ജു വാര്യറും. അവർ മൈജിയിലാണ് കിടന്നുറങ്ങുന്നത്. അവർ മൈജിയുടെ പ്രോഡക്റ്റ്സ് ആണ് അവരുടെ വീട്ടിലിരിക്കുന്നത്. പാനാസോണിക്കിൻ്റെ ഉണ്ടാവും, ഹെയറിൻ്റെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണിത്. ഇവരെന്ന് പറഞ്ഞാൽ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റോ ആയിട്ട് നമ്മളെപ്പോലെ തന്നെ ആളുകളായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. ആ ക്രീമിൻ്റെ ഡിമെറിറ്റ്സ് ഒന്നും പറഞ്ഞു കൊടുക്കാതെ ഇത് തേക്കണം മക്കളെ, ഇത് യൂസ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അത് വിശ്വസിക്കും. അവരുടെ കയ്യിലുള്ള പൈസ നുള്ളിപ്പറക്കി ഈ സാധനം വാങ്ങിക്കും. അവരുടെ സ്കിൻ ഡാമേജ് ആയി പോകും. അതിനൊക്കെ അപ്പുറത്തേക്കും ധന്യ രണ്ടാമത് പറഞ്ഞ മറ്റൊരു കാര്യം, ഞാനും കോസ്മെറ്റിക് ക്ലിനിക്കിൽ പോകാറുണ്ടല്ലോ, എനിക്കിവിടെ മാർക്ക് വരും, എനിക്കിവിടെ പിമ്പിൾ വരും. ഞാനും കോസ്മെറ്റിക് ക്ലിനിക്കിൽ പോകാറുണ്ട്. ഞാനിപ്പോൾ ഗ്ലൂട്ടാത്തയോൺ എടുത്താലോ, ധന്യ പോയി ഗ്ലൂട്ടാത്തയോൺ എടുത്താലോ ആർക്കൊരു പ്രശ്നമില്ല. കല്യാണി പോയി ഗ്ലൂട്ടാത്തയോൺ എടുത്താലോ ഒരു പ്രശ്നമില്ല. പക്ഷേ കല്യാണി ഇത് ചെയ്തിട്ട് രഹസ്യമായി ചെയ്തത് എന്തിന്? രഹസ്യമായി ചെയ്തതിൻ്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടല്ലോ. കാരണം കല്യാണിയുടെ വീഡിയോസൊക്കെ അറ്റാച്ച് ചെയ്യാനാണെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ടാണ് അറ്റാച്ച് എത്ര വീഡിയോസിൽ കല്യാണി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഇത് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടാണ് എന്നൊക്കെ കള്ളങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഫുള്ളി കെമിക്കൽ കോണ്ടന്റുകൾ ഉള്ള ക്രീമുകൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചിട്ട് ഇവർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ഇവരെ സ്വയം രക്ഷിച്ചിട്ട് മറ്റുള്ളവരെ ചതുക്കുഴിയിലേക്ക് ചാടിപ്പിക്കരുത്. സെലിബ്രിറ്റീസിന് അതിൻ്റെ ആവശ്യമല്ല. കാരണം അവർക്കറിയാം. ഇപ്പോൾ കോഹ്ലി എന്തൊക്കെ പ്രോഡക്ട്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. അതാണോ കോഹ്ലി കുടിക്കുന്നതും കഴിക്കുന്നതും മുഖത്ത് തേക്കുന്നതും ഒക്കെ? ഒരിക്കലും. അതുപോലെ ധോണി, സച്ചിൻ ടെണ്ടുൽക്കർ, ഇവരൊക്കെ അവർക്കറിയാം, അവർ പറയുന്നതേ ഉള്ളൂ. പിന്നെ ധന്യയ്ക്ക് ഹെലന് മനസ്സിലാകാൻ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് ഞാൻ ഈ സോപ്പ് തേച്ച് വെളുത്ത് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഇതാണെന്ന് ഒരു മെഗാ സ്റ്റാർ പറഞ്ഞു ഒരു അഡ്വർടൈസ്മെൻറ്റ് പണ്ട് ഇന്ദുലേഖ സോപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വടക്കൻ മേഖലയിലുള്ള ഒരു മനുഷ്യൻ അതിനെതിരെ കേസ് ഫയൽ ചെയ്തു. ഈ മെഗാസ്റ്റാർ, അതായത് മമ്മൂട്ടിയാണ് കേട്ടോ, മമ്മൂട്ടി ഇത് തേച്ച് വെളുത്തു, ആ സൗന്ദര്യം വന്നത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ 10-80 സോപ്പ് വാങ്ങിച്ച് സോപ്പ് തീർന്നു, എനിക്ക് നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ കസ്റ്റമർ കോർട്ടിൽ കൊണ്ടുപോയി ഒരു കേസ് ഫയൽ ചെയ്യുകയും മമ്മൂട്ടി എനിക്ക് തോന്നുന്നു 50,000 രൂപയിലധികം നഷ്ടപരിഹാരം ആ കസ്റ്റമറിന് അയാൾക്ക് കൊടുക്കുകയും ചെയ്ത ഒരു കഥയുണ്ട്. അപ്പോൾ ഇങ്ങനെയും മറ്റു ചിലർക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഹെൽപ്പ് ചെയ്യേണ്ട ആളുകളെ ഹെൽപ്പ് ചെയ്യാം. കല്യാണി ഇവിടെ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ല. കല്യാണി ആ സംഭവം എന്തിനു മറച്ചു വെച്ചു? 2, കല്യാണി അത് പറയുന്ന സമയത്തും എൻ്റെ മുഖത്തെ മാർക്ക് മാറാൻ വേണ്ടി ഞാനൊരു ക്ലിനിക്കിൽ പോയി മക്കളെ എന്നാ പറയുന്നത്. കല്യാണി ഗ്ലൂട്ടാത്തയോൺ എടുക്കാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പ്രശ്നം?
അത് കല്യാണിയുടെ സ്വയം കല്യാണ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ചോദ്യം ചെയ്യാൻ ആരും വരത്തില്ല. ഈ വലിയ ഒരു സംഭവം റിവീൽ ചെയ്യുന്ന സമയത്ത് പോലും കള്ളത്തരങ്ങൾ കുത്തിക്കയറ്റി, അതായത് കല്യാണിയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് കേൾക്കുന്നവർക്ക് തോന്നത്തക്ക രീതിയിൽ അതിലെ മെയിൻ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് മുഴുവൻ വെട്ടി മാറ്റിയിട്ട് കല്യാണിക്ക് ആവശ്യമുള്ള, കല്യാണിക്ക് പോസിറ്റീവ് റിപ്ലൈസ് കിട്ടാൻ ഭാഗത്തിനുള്ളത് കുത്തിക്കയറ്റി കള്ളം മാത്രം പറഞ്ഞ് റിവീൽ ചെയ്യുക. എൻ്റെ മുഖത്തൊരു മാർക്ക് മാറാൻ വേണ്ടിയിട്ട്, മുഖത്തൊരു മാർക്ക് മാറാൻ 8-9 ലക്ഷം ഒരാൾ കൊണ്ടുപോയി ഈ കോസ്മെറ്റിക് ക്ലിനിക്കിൽ കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ മാർക്ക് മാറാൻ മറ്റ് ഏതെങ്കിലും സർജറി ചെയ്താൽ പോരെ, പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ പോരെ? അപ്പോൾ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞത് കൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കള്ളമാണെന്ന് മനസ്സിലായ ആളുകൾ അതിനെതിരെ സംസാരിച്ചു. ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ ഹെൽപ്പ് ചെയ്യുമ്പം അവർക്ക് ഗുണം ഉണ്ടാകുന്ന രീതിയിലുള്ള വാക്കുകൾ വേണം പറയാൻ. അല്ലാതെ കൂടുതൽ ആളുകൾ അവരിലേക്ക് വീണ്ടും വിരൽ ചൂണ്ടുന്ന രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യുവാണോ, ഇൻഡയറക്ട്ലി കല്യാണിയെ വീണ്ടും കുഴി തള്ളിയിടാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, അതായത് കല്യാണിക്കെതിരെ വീഡിയോ ചെയ്ത എന്നെപ്പോലുള്ള ആളുകൾ കുശുമ്പ് കൊണ്ടാണ് വീഡിയോ ചെയ്തത്. കല്യാണിയുള്ള കുശുമ്പ്, കല്യാണിക്ക് ഇഷ്ടംപോലെ പ്രോഡക്ട്സ് പ്രൊമോഷൻ ചെയ്യാൻ കിട്ടുന്നുണ്ട്, എന്നെപ്പോലുള്ള ആളുകൾക്ക് പ്രൊമോഷൻ ചെയ്യാൻ കിട്ടുന്നില്ല, അതിൻ്റെ കുശുമ്പ് കൊണ്ടാണ്. ഞാൻ വീണ്ടും പറയാം, ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ പ്രൊമോഷൻ കിട്ടണം. എൻ്റെയൊക്കെ ചാനൽ എടുത്ത് നോക്കി കഴിയുവാണെങ്കിൽ പ്രൊമോഷന് വേണ്ടി ആരെങ്കിലും വന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കി ഒരു കുന്തവും കിട്ടത്തില്ല. അത് പ്രൊമോഷൻ ചെയ്ത് പറയാനൊട്ട് അറിയത്തുമില്ല. അപ്പം നമ്മൾ അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളൊരു ആഗ്രഹം, ഒരു പാഷൻ, അതിൻ്റെ പുറത്താണ് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അല്ലാതെ ഒരാളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതൊന്നും അതിലില്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ കല്യാണി ആ ഒരു എനിക്ക് ചോദ്യം ചെയ്യേണ്ട ഒരു പാർട്ട് മാത്രമാണ് ഉപയോഗിച്ച് ചോദ്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയും കല്യാണി വളരെ സുന്ദരിയാണ്, അതിൻ്റെ അപകർഷതാബോധമോ കാര്യമോ ഒന്നും ആവശ്യമില്ല. പക്ഷെ റിവീൽ ചെയ്ത സമയത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ സത്യം എല്ലാവരും കല്യാണിയെ സപ്പോർട്ട് ചെയ്തേനെ. ഈ സംഭവം അറിയുന്നതിനും ഒരു 2-3 ദിവസം മുന്നേ മറ്റൊരു വീഡിയോ, അവരുടെ പേര് ഞാൻ പറഞ്ഞ എന്തോ ഒരു വ്ളോഗാണ്, അവർ കല്യാണിക്കെതിരെ ഒരു വീഡിയോ ചെയ്തു, വെള്ളത്തിൽ നിന്ന് കിട്ടിയത് വെള്ളത്തിൽ തന്നെ പോയി എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ട് പിറ്റേ ദിവസം, അതായത് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ എടുക്കണം തോന്നി. കാരണം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. വെള്ളത്തിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല, വെള്ളത്തിൽ പോയിട്ടില്ല. എന്തിനാണ് അവരങ്ങനെ? എൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുണ്ടായിരുന്നു. പക്ഷേ ദൈവഭാഗ്യം കൊണ്ട് തൊട്ടടുത്ത ദിവസം രാവിലെ യൂട്യൂബ് എടുത്തപ്പോൾ ഇതിൻ്റെ കുറച്ച് കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ക്ലിനിക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ആ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്. ഇപ്പോൾ കല്യാണിക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സമയത്ത് കള്ളങ്ങൾ പറയാൻ, നമ്മൾ അതിനെയും ചോദ്യം ചെയ്യാനൊന്നും വരുന്നില്ല. ഞാൻ വീണ്ടും പറയാണ്, അതായത് ഒരുപാട് ആളുകൾ ഇവരെ വിശ്വസിക്കുന്നുണ്ട്. ഓരോ വീഡിയോസിനും 4 മില്യൺ വ്യൂസ് ഉണ്ട്. അത്രയും ആളുകൾ കല്യാണിയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണി പറയുന്ന ഓരോ കാര്യങ്ങളും അവർ ശ്രദ്ധിച്ച് കേൾക്കും. അവർക്ക് കല്യാണി പറയുന്നത് അവർ വിശ്വസിക്കും. അപ്പോൾ കല്യാണി അവരെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട്, കല്യാണി കംപ്ലീറ്റ്ലി മെഡിക്കേറ്റഡ് ആയിട്ടുള്ള, കല്യാണിയുടെ സ്കിന്നിന് ഹാംഫുൾ ആകുന്ന ഒരു കാര്യങ്ങളും യൂസ് ചെയ്യാതെ ഈ ഹാംഫുൾ ആകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചിട്ട് ഞാൻ ഇതാ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ വളരെയധികം തെറ്റുണ്ട്. ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് നമ്മൾ പറഞ്ഞു. ഇൻഫ്ലുവൻസറാണ് കല്യാണി. കല്യാണിയുടെ ഈ ഒരു വിഷയത്തിലേക്ക് ദീപിക പദുക്കോണിനെ പിടിച്ചു വലിച്ചിട്ടു, ആലിയ ഭട്ടിനെ പിടിച്ചു വലിച്ചിട്ടു, യാമിയെ പിടിച്ചു വലിച്ചിട്ടു. അവരെയും ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിനൊക്കെ താരതമ്യം ചെയ്യാൻ വന്ന ആ ഒരു ഗട്ട്സും ആ ഒരു ബുദ്ധിയും ഉണ്ടല്ലോ, അത് വീണ്ടും വീണ്ടും പറയാം. എനിക്ക് അഭിമാനം, എനിക്ക് എപ്പോഴും രോമമൊക്കെ ഇങ്ങനെ കോരിത്തരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ചിന്തിക്കൂ, ബോളിവുഡ് സ്റ്റാർസ് അല്ലെങ്കിൽ കോളിവുഡ് സ്റ്റാർസ് അവർ പക്ക പ്രൊഫഷണലായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുക. അത് നമുക്കറിയാം. ഇപ്പം മഞ്ജു വാര്യർ, ഇപ്പം IG അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീഗൽ ജ്വല്ലറി ഞാനിവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മഞ്ജു വാര്യർ പറയുമ്പം നമുക്കറിയാം റീഗൽ ജ്വല്ലറി പണ്ട് മുതലുള്ളതാണ്. അന്നൊന്നും മഞ്ജു വാര്യറിനെ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ വർഷം ബിഗ് ബോസിന് സമയത്താണ് പുള്ളിക്കാരത്തി ബ്രാൻഡ് അംബാസിഡർ ആയത്. പക്ഷേ പണ്ട് മുതലേ ഞാൻ ഇതാ യൂസ് ചെയ്യുന്നതെന്ന് മഞ്ജു വാര്യർ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. അതാ ബ്രാൻഡ് ചെയ്യുവാണ്. ആ ഒരു ജ്വല്ലറിയെ ബ്രാൻഡ് ചെയ്യാൻ മഞ്ജു വാര്യറിന് അവർക്ക് ആവശ്യമായിരുന്നു. മഞ്ജു വാര്യറിന് ഒരു ഓഹരി അവർ കൊടുത്തിട്ട്, ഒരു ഷെയർ അവർക്ക് കൊടുത്തിട്ട് ബ്രാൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു മോഡലാണ് മഞ്ജു വാര്യർ എന്ന് നമുക്കറിയാം. അതുപോലെ ദീപിക പദുക്കോൺ, ലക്സിൻ്റെ പരസ്യത്തിൽ കരീന കപൂർ, ഇവരൊക്കെ വീട്ടിൽ ഈ ലക്സും തേച്ചാൽ കുളിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ടല്ലോ. ധന്യക്ക് എന്താ ഇല്ലാണ്ട് പോയത്? എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരാളെ ചേർത്ത് നിർത്തണമെങ്കിൽ അവരെ കുഴിയിൽ തള്ളിയിടുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ചേർത്ത് നിർത്താതെ, ഇതിലും ഭേദം ചേർത്ത് നിർത്താതെ ഇരിക്കുന്നതായിരുന്നു.